നമ്മളൊക്കെ ഇറക്കി വിട്ട കുറെ എണ്ണം തിരിച്ചു കയറിയപ്പോൾ ഉണ്ടായ കുറെ പ്രശ്നങ്ങളുണ്ട്. അതില് കട്ടപ്പ ഇപ്പൊ കുട്ടപ്പനാകാൻ വേണ്ടിയിട്ട് വന്നതുപോലെയാണ് നമ്മുടെ ശൈത്യ. ഇന്നലെ രാത്രി നടന്ന ഒരു വലിയ ഇഷ്യൂ. അത് മാത്രമല്ല, ഇന്നിപ്പോ ലൈവില് എല്ലാവരും കുറച്ച് കൂളായിട്ടൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ ഇന്നലെ രാത്രി ശൈത്യ കാണിച്ച ഒരു താണ്ഡവമാടിയ ഒരു സീൻ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്തായാലും പറയാതെ ഇന്നത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ഇന്നത്തെ ലൈവ് നമുക്ക് തുടങ്ങാൻ സാധിക്കത്തില്ല. അപ്പൊ അതിലേക്ക് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നത്, ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സംഭവം ഇന്നലെയാണ് അനുമോളുടെ ആ ഒരു ക്ഷമ, അല്ലെങ്കിൽ എത്രത്തോളം അനുമോൾക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പം ശൈത്യ പറഞ്ഞ ഓരോ കാര്യങ്ങളിലേക്കും നമുക്കൊന്ന് കടക്കാം. അതായത് ശൈത്യ പറയുന്നുണ്ട്, ഞാൻ എപ്പോഴാണ് നിന്നെ കട്ടപ്പ അല്ലെങ്കിൽ ഞാൻ നിന്നെ എപ്പോഴാണ് ചതിച്ചത്, ബാക്ക് സ്റ്റാബ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിലുണ്ട് സാക്ഷിയായിട്ട്. കാരണം ആദിലെയും നൂറയെയും ഈ പറയുന്ന അനുമോളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് ശൈത്യയുടെ വന്നിരിക്കുന്നത്. അനുമോളെ കുറച്ചും കൂടെ ഒന്ന് ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അനുമോളെ മാനസികമായിട്ട് തകർക്കുക, ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ ഇത് കളിയില് അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന ഒരു ഷോയില് അനുമോൾക്ക് ഗുണമേ ചെയ്യുന്നുള്ളൂ. ഇനി അവിടെ ഈ പറഞ്ഞ ഈ കട്ടപ്പാവിളി ശരിക്കും പറഞ്ഞാൽ PR പേജോ ഫാൻസ് പേജോ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ പറയുന്ന ഏഷ്യാനെറ്റിൽ വന്ന കമന്റ്സുകളാണ്. ഈ ശൈത്യയെ പോലൊരു കൂട്ടുകാരി ഉണ്ടാവരുത്, അവള് ചതിക്കുകയാണ്, അവൾ അവിടെ പറഞ്ഞത് ഇവിടെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ കമന്റ്സുകൾ കൂടി വന്നു. അത് ഏറ്റവും ആദ്യം വിസിബിൾ ആയത് ലാലേട്ടന്റെ എപ്പിസോഡിൽ അനുമോള് ആ ശൈത്യയുമായിട്ടിരുന്ന് സംസാരിച്ച കാര്യം ചോദിച്ചപ്പോൾ ശൈത്യ പറഞ്ഞൊരു കാര്യമുണ്ട്, താൻ ഇത് ശ്രദ്ധിച്ചില്ല, താൻ ദൂരോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒന്നും അനുമോള് പറഞ്ഞതൊന്നും കേട്ടില്ല എന്ന്. എന്നാൽ വ്യക്തമായിട്ട് കേട്ടിട്ട് ശൈത്യ അനുമോളോട് മറുപടി പറയുന്നുണ്ട്. ഈ പറയുന്ന ജിസേലിനെ നോക്കി വെള്ളമിറക്കിയുള്ള ആണുങ്ങളാണ് അവിടെ എന്നുള്ള അർത്ഥത്തിൽ അന്ന് ശൈത്യ സംസാരിച്ചത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്. എന്നിട്ട് ലാലേട്ടന്റെ മുന്നിൽ അത് നിരസിച്ചു. ശൈത്യ എന്ന് പറയുന്ന വ്യക്തി ആദ്യത്തെ ആഴ്ച ആ ഒരു ലിപ്സ്റ്റിക്കിന്റെ ഇഷ്യൂവിൽ എങ്ങനെയാണോ ബിഹേവ് ചെയ്തത് അതുപോലെ തന്നെയാണ് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് അനുമോൾക്ക് എതിരെ സംസാരിച്ചത്. അത് മാത്രമായിരുന്നില്ല, അതായിരുന്നു തുടക്കമെങ്കിലും പിന്നീട് അങ്ങോട്ട് ആര്യൻ ജിസേൽ കൂട്ടുകെട്ടിലേക്ക് മനഃപൂർവ്വമായിട്ട് ശൈത്യ പോവുകയും ഈ അനുമോളുടെ പാവാടയാണെന്ന് മറ്റുള്ളവർ പറയാതിരിക്കാൻ വേണ്ടി അനുമോളെ കുറിച്ച് അവിടെ ഇവിടെയും കുറ്റം പറയുകയും അങ്ങനെ കുറ്റം പറയുന്നുണ്ട് എന്ന് ജിസേലും റെനയും ഒക്കെ സംസാരിച്ചിട്ടുമുണ്ട്. അതായത് കൺഫെഷൻ, മീൻസ് നോമിനേഷന്റെ സമയത്തിൽ റെനെ ഒരു തവണ എടുത്തു പറഞ്ഞിട്ടുണ്ട് ശൈത്യ അവിടെ അനുമോളെ കുറിച്ച്, അനുമോളുടെ കൂടെയൊക്കെ നിന്നിട്ട് അനുമോളെ കുറിച്ച് ഇങ്ങനെ വന്ന് പറയുന്നത് അത് അത്ര നല്ല സ്വഭാവമല്ല എന്ന് റെന ഫാത്തിമ പറഞ്ഞതായിട്ട് ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്.